നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 12/4/2025 കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 29 തീയതി, ശകവർഷപ്രകാരം 1947 ആണ്ട് ചൈത്രമാസം 22 തീയതി, ഉത്തരായനകാലം, വസന്ത ഋതുവിൽ ശുക്ലപക്ഷ പൗർണമി, അതായത് ശുക്ലപക്ഷത്തിൽ എന്നാണല്ലോ പൗർണമി പറയുന്നത്, പൗർണമിയാണ് ഇന്ന്. പ്രത്യേകിച്ചും ചിത്രാ പൗർണമി എന്ന് പറയുന്ന വളരെ നല്ല പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. മാത്രവുമല്ല ഹനുമത് ജയന്തിയും കൂടിയാണ്. ഹനുമാൻ സ്വാമിയുടെ ജനന ദിവസവും കൂടിയായിട്ടാണ് ഹനുമത് ജയന്തിയും ചിത്രാ പൗർണമിയുമായ ഈ ദിവസം ഉദയം വന്നിരിക്കുന്നത് 6:20 AM-നും സൂര്യാസ്തമനം വന്നിരിക്കുന്നത് 6:32 PM-നും രാഹുകാലം 9:22 മുതൽ 10:54 വരെയും ഗുളികകാലം 6:19 മുതൽ 7:51 വരെയും യമകണ്ഠകാലം 1:57 മുതൽ 3:28 വരെയുമാണ്. ഇനി ചന്ദ്രാഷ്ടമം വരുന്നത് കുംഭൻ രാശിക്കാർക്കാണ്. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് 12:01 PM മുതൽ 12:23 വരെയും 12:27 മുതൽ 12:49 വരെയും ആണ്. ഇനി ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കന്നിയിലും, കുജൻ കർക്കിടകത്തിലും, ബുധൻ മീനത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിലും, കന്നിയിൽ കേതുവും അല്ലെങ്കിൽ ശിഖിയും, ഗുളികോദയമാവട്ടെ മേടം രാശിയിലുമാണ്. ഇനി ഉദയം വന്നിരിക്കുന്നത് മീനത്തിലാണെങ്കിൽ പോലും അല്പസമയം മാത്രമേ ഉള്ളൂ. പിന്നെ ഉദയം വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ മേടൻ രാശിയിലേക്ക് ഉദയം വന്ന് മാറുകയും ചെയ്യും. എന്തായാലും ഈ രാശി, ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്? ശനിയാഴ്ച ആയതുകൊണ്ട് കറുപ്പോ കരിനീലയോ വസ്ത്രം ധരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ ശനിദോഷങ്ങളും ഉള്ളവർക്ക് ഹനുമാൻ സ്വാമിയുടെ ജയന്തി ദിവസമാണ് ഹനുമത് ജയന്തി ആഘോഷിക്കുന്നതിനായി ഹനുമാൻ ചാലിസം ജപിക്കുന്നത് നന്നായിരിക്കും. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ശ്രീരാമജയമെന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ശനിയുടെ കഷ്ടതകളെല്ലാം മാറാൻ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണുമായ സ്വാമിയും കരിങ്കുട്ടിയൻ സ്വാമി, കുട്ടിസത്തൻ സ്വാമിമാരെ, 390 സത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചാത്തൻ ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ അനുഗ്രഹങ്ങൾക്കായൊക്കെ പ്രാർത്ഥിക്കുന്നതെല്ലാം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നന്നായിരിക്കും. പൂർണിമയായതുകൊണ്ട് പൂർണ്ണവ്രതം എടുത്തുകൊണ്ട് വൈകുന്നേരം അസ്തമനത്തിന് ശേഷം, അതായത് ചന്ദ്രൻ ഉദിച്ചതിന് ശേഷം ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച്, അതുപോലെ നിവേദ്യമൊക്കെ ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ പൗർണമി പൂജയിൽ പങ്കെടുത്തതിന് ശേഷം ദേവീക്ഷേത്രത്തിൽ നിന്നും പൗർണമി പൂജയ്ക്ക് ശേഷം അവിടുന്ന് നേദിച്ച നേദ്യങ്ങളൊക്കെ സേവിച്ച് കരിക്കൊക്കെ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പൗർണമി പൂജ ഏറ്റവും ഇതാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും അത് വൃശ്ചിക രാശിയിൽ നിൽക്കുന്നവർക്ക് ചന്ദ്രൻ നീചരാശിയിലാണ്. പൗർണമി പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ രോഹിണിയത്തും തിരുവോണം നക്ഷത്രക്കാർക്ക് അവർ ചന്ദ്രദശയിലാണ് ജനനം. അവരുടെ ചന്ദ്രന് പൂർണ്ണ ബലമാണെങ്കിലും ആ ദിവസം പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം കിട്ടും. ചന്ദ്രദശയിൽ ചന്ദ്രാപഹാരമുള്ളവരെ, ചന്ദ്രദശയിലുള്ളവർക്ക് 3, 6, 8, 12 ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് വിഷമതകൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഈ ചിത്രാപൂർണിമയിൽ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ദുർഗാദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്, ദേവീ മഹാത്മ്യം പാരായണം ചെയ്തുകൊണ്ട് അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ ശുഭഫലങ്ങൾ നൽകുന്നതാണ്. പൗർണമി നാളിൽ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതും എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടും. ഇനി നമുക്ക് 27 നക്ഷത്രക്കാരുടെയും, അതായത് 12 രാശിക്കാരുടെയും ഗുണഫലങ്ങളൊന്ന് പരിശോധിക്കാം.
മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന മണ്ഡലങ്ങളിൽ ശത്രുക്കൾ വർദ്ധിക്കുന്ന ദിവസമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് അത്ര അനുകൂലമായ സാഹചര്യമായിരിക്കില്ല. ചിലപ്പോൾ മേലധികാരികളിൽ നിന്നും അല്പം എന്തെങ്കിലുമൊക്കെ അവഗണനയൊക്കെ വരാം. കാർഷിക തൊഴിൽ മേഖലകളിൽ നിന്ന് നല്ല ആദായം പ്രതീക്ഷിക്കാം. ദാനധർമാദികൾക്കായി ധനം ചെലവഴിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ക്രയവിക്രയങ്ങളിൽ ഏജന്റായി പ്രവർത്തിച്ച് ധനലാഭം ഉണ്ടാകും. പ്രവർത്തിക്കുന്നതിനനുസരിച്ചിട്ട് ഫലം ലഭ്യമാവുകയില്ല എങ്കിലും പ്രവർത്തനം നന്ദീഭവിപ്പിക്കാതെ തന്നെ കർമ്മനിരതരായി തന്നെ ഇരിക്കുക. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങൾ വരുമ്പോൾ പരാജിതരായി മുന്നോട്ട് പോകാതെ ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ള ഭാവത്തിൽ തന്നെ ശുഭപ്രതീക്ഷയോടെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യൂ. അനുകൂലമായ ഫലങ്ങൾ ഭഗവതി നമുക്ക് നൽകും. അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാനുള്ള അവസരമുണ്ട്. യാത്രയിൽ ചില വിലപ്പെട്ട വസ്തുക്കൾ ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. പലചരക്ക്, ഹോട്ടൽ എന്നീ വ്യാപാരം നടത്തുന്നവർക്ക് വ്യാപാരത്തിൽ പുരോഗതി ദൃശ്യമാകും. മനസ്സിനെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒരുവിധം തീർന്നു കിട്ടും. എല്ലാവിധത്തിലുള്ള ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട രേഖകൾ ലഭിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ടാക്സ് സംബന്ധമായ അല്പം ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും യഥാസമയം അതിനെ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് അതിനുള്ള പ്രതിവിധി തേടുന്നത് നന്നായിരിക്കും. സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യമുള്ളവർക്ക് സ്വന്തം നിലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. വാഹനം പഴയത് മാറി പുതിയത് വാങ്ങുന്നതിനുള്ള ഒരു സന്ദർഭവും വന്നു ചേരും. കർമ്മരംഗം പൊതുവെ തൃപ്തികരമായി മുന്നോട്ട് പോകും. സ്ഥാനക്കയറ്റത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരും. എഴുത്ത് പരീക്ഷയിലൊക്കെ ഉന്നത വിജയമുണ്ടാകും. ഇഷ്ടസ്ഥലങ്ങളിലേക്കുള്ള പോകാനുള്ള ആഗ്രഹം സഫലീകരിക്കും. അന്യർക്ക് സഹായങ്ങൾ നൽകും. ശത്രുശല്യത്തെ വകവയ്ക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം നല്ല രീതിയിൽ നടക്കും. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും മൂകാംബികാ ദേവിയെ അല്ലെങ്കിൽ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം അർത്ഥപൂർണമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടവിചാരങ്ങൾ മനസ്സിനെ അസ്വസ്ഥമാക്കും. ഒരിക്കലും ഇല്ലാതിരുന്ന അശുഭ ചിന്തകൾ മനസ്സിനെ വട്ടം ചുറ്റുമ്പിക്കുമ്പോൾ എന്തോ ആ നെഗറ്റീവ്സ് നമ്മളിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നമശിവായ ജപിച്ച് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും. കഷ്ടതകൾ പിന്നാലെ വരുന്നു എന്നൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാകും. അത് മാറ്റുക തന്നെ വേണം. ഹനുമാൻ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഹനുമാൻ ജയന്തി ദിവസമായുണ്ട്, പൗർണമി ദിവസമായതുകൊണ്ട് ദുർഗാദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കും. ഏത് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുമ്പോൾ എല്ലാവിധ ദൃഷ്ടിദോഷങ്ങളും മാറും. സ്ഥാനക്കയറ്റത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറി ഔദ്യോഗിക രംഗത്ത്, കർമ്മരംഗത്ത് വിജയ സാധ്യത തെളിഞ്ഞു വരുന്ന സമയമാണ്. അന്യൻ്റെ പണമെടുത്ത് ചെലവഴിക്കാനുള്ള പ്രവണതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സുഖ സൗകര്യങ്ങൾ അല്പം കുറഞ്ഞാലും സമാധാനമാണ് ആവശ്യമെന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നല്ല രീതിയിൽ വരും. കർമ്മരംഗത്ത് തിരിച്ചടികൾ വരുമ്പോഴും അന്ധവിശ്വാസങ്ങൾ കാരണമായി വഞ്ചിക്കപ്പെടാനിടയുണ്ട്. അതൊക്കെ വിശ്വാസങ്ങളെ വിശ്വാസമാക്കുക. ഒന്നിലും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ദൈവത്തെ മാത്രം വിശ്വസിക്കൂ. ദൈവങ്ങൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അത് പെറ്റമ്മയമ്മ പോലും നമ്മളുടെ ദൈവമാണ്. അതുപോലെ രക്ഷിതാക്കൾ, ഇണ, തുണ ഒക്കെ നമ്മളുടെ മനസ്സിൽ വിശ്വാസം തരുന്ന ഏതൊരാളും ദൈവമായി കണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ചർച്ച ചെയ്ത് കാര്യങ്ങൾ, ഇണയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഗുരുക്കന്മാരുടെ സഹായം തേടാം. അഭ്യുദയകാംക്ഷികളുടെ സഹായവും തേടുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. സുഖകരമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്നവർക്ക് മാറ്റങ്ങൾ വരുമ്പോൾ അത് സീരിയസ് ആയി എടുക്കാതെ എല്ലാം നന്നായി നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകൂ. വിജയം സുനിശ്ചിതമായും വന്നു ചേരുന്നതാണ്. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യവും നിലനിർത്തി കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. മിഥുനം രാശിക്കാരെ സന്ദർശിച്ചിടത്തോളം
പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള ഫലം ലഭ്യമാവുകയില്ല. ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസരങ്ങളും വന്നു ചേരാം. ഉദര സംബന്ധമായ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. പുതിയ വ്യാപാര വ്യവസായികൾ തുടങ്ങുമ്പോഴൊക്കെ എപ്പോഴും അചഞ്ചലമായ മനസ്സിനെ ചഞ്ചലതയിൽ നിന്നും മാറ്റി നല്ല ഉറപ്പോടുകൂടി ഇത് വിജയിക്കും, ഇത് തന്നെയാണ് എൻ്റെ മാർഗം എന്ന് വിശ്വസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. തീർച്ചയായും വിജയമുണ്ടാകും. നഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തിരിച്ചു ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. പലചരക്ക് ഹോട്ടൽ ഇവയൊക്കെ വ്യവസായം ചെയ്യുന്നവർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ എല്ലാവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നല്ല അനുകൂലമായ സാഹചര്യം വന്നു ചേരുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലം പേരുദോഷം വരാനിടയുണ്ട്. അത് വരാതിരിക്കാൻ പ്രത്യേക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ശ്രദ്ധിക്കുക. എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയാൽ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗം കാണുന്നുണ്ട്. മനസ്സമാധാനം കുറയുന്ന സമയമായതുകൊണ്ട് ഈശ്വരചിന്ത വളരെ അത്യന്താപേക്ഷിതമാണ്. ഇഷ്ടദൈവത്തെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ പ്രതിസന്ധികളും മാറിക്കിട്ടും. പുതിയ വിദ്യ അഭ്യസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അന്യദേശ ബന്ധങ്ങൾ ഗുണകരമാവും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അതിലൊക്കെ മനസ്സന്തോഷത്തോടുകൂടി പങ്കെടുക്കുക. എല്ലാം ശുഭമായി തീരും. പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമാക്കുന്നതിനുള്ള പുതിയ സ്ട്രാറ്റജി തയ്യാറാക്കുക. സമൂഹ മധ്യത്തിൽ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഭാഗ്യാവസരങ്ങൾ തേടിയെത്തുമ്പോൾ മഹാദേവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഔദ്യോഗിക രംഗത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മനസ്സ് ഊർജ്ജസ്വലമാകുന്നതിനും സന്തോഷഭരിതമാകുന്നതിനും പരദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. രാഷ്ട്രീയക്കാർക്ക് ഉന്നത പദവി അലങ്കരിക്കുവാൻ ഇടയാകും. ഓരോ സ്റ്റെപ്പും മുന്നോട്ട് കയറുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉദ്ദേശിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നതിന് കഠിന പ്രയത്നം ആവശ്യമായിരിക്കും. എന്നാലും തളരാതെ മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. സാമ്പത്തിക നിലയിൽ ഏക്കച്ചക്കലുകൾ വരുമ്പോഴെല്ലാം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക. പൗർണമി ആയതുകൊണ്ട് തന്നെ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കും. ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കടബാധ്യത മുഖേന മനസ്സമാധാനം കുറയുമ്പോൾ മഹാലക്ഷ്മിയെ മനസ്സറിഞ്ഞ് വിളിക്കൂ. മഹാദേവനും മഹാലക്ഷ്മിയും അനുസരിക്കുമ്പോൾ അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ കൂടി അനുഗ്രഹമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ മുറുക്ക പിടിച്ചുകൊണ്ട് കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ തീർച്ചയായും അനുഗ്രഹിക്കും. പൂർണിമ നാളിൽ ഹനുമൻ സ്വാമിയെ കൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. തീർച്ചയായും ഹനുമൻ ജയന്തി ദിവസം ഭഗവാനെ വിളിക്കുമ്പോൾ അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരും. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി എല്ലാം മംഗളമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച കാര്യം പ്രവൃത്തികമാക്കുന്നതിന് അല്പം പരിശ്രമമൊക്കെ ആവശ്യമാണെങ്കിലും വിജയസാധ്യത മുന്നിലുണ്ട്. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതിരുന്ന കാര്യങ്ങളിൽ വിജയം വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ വളരെ കരുതലോടുകൂടി പ്രവർത്തനങ്ങൾ ചെയ്യുക. അതീവ ശ്രദ്ധയോടെ മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുക. എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. കുടുംബാന്തരീക്ഷം പൊതുവെ സന്തോഷപൂർണമായി തീരുവാൻ പൗർണമി പൂജയിലൊക്കെ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമ ജയം എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് മെച്ചപ്പെടുന്നതിനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. സന്താനങ്ങൾക്കായി എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുർഗാദേവിക്ക് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. പൗർണമി നാളിൽ ഒരു ചിരാത് കുടുംബ പരദേവതയ്ക്കായി തെളിച്ച് പ്രാർത്ഥിക്കൂ. കുടുംബത്തിൻ്റെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം അർത്ഥപൂർണമായി തീരും. ജീവിത ലക്ഷ്യങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നതിന് പരദേവതയുടെ അനുഗ്രഹം സാധ്യമാവും. ഉപാസനാമൂർത്തിയെ ഉപാസിക്കുന്നതിന് പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് ചിത്ര പൂർണിമയാണ്. അതുപോലെ തന്നെ ഹനുമാൻ ജയന്തിയും കൂടി ആയതുകൊണ്ട് ശനിയാഴ്ച ആയതുകൊണ്ട് വാരാഹി ദേവിയെയും ധർമ്മശാസ്താവിനെയും ഉപാസനാമൂർത്തി
ദക്ഷിണാമൂർത്തിയും ഒക്കെ പ്രാർത്ഥിക്കുന്നതിനുള്ള എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകും. അവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വഴി ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാകുവാനായി ഏത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൗർണമി പൂജയിൽ പങ്കുചേരുകയോ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുകയോ ഒന്നിനും കഴിഞ്ഞില്ല എങ്കിൽ ശ്രീരാമജയം എന്ന് 108 പ്രാവശ്യവും ഓം ശ്രീ നമായ 108 പ്രാവശ്യം ജപിക്കൂ. എല്ലാം ഐശ്വര്യപൂർണമായി തീരും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉന്നതരായ വ്യക്തികളുടെ വിരോധത്തിന് പാത്രീഭവിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മരംഗത്തെ ഏത് മാന്യ വ്യക്തികളെയും മനസ്സാൽ അംഗീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലുള്ള കുറവുകൾ കണ്ടെത്താതെ അവർ നമ്മളുടെ അഭ്യുദയകാംക്ഷികളാണ്, ഇവരാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കി അവരോടുള്ള അകൽച്ച കുറച്ചുകൊണ്ട് അവരെ ബഹുമാന്യരായി തന്നെ കണ്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാം ഭംഗിയായി വരും. ഉന്നതന്മാർ എപ്പോഴും ഉന്നതന്മാർ തന്നെയാണ്. അവരുടെ മുമ്പിൽ ശിരസ്സൊന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ ഒരു ദോഷവും വരില്ല. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. അതുകൊണ്ട് ആ സമയം മുതലെടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. സുഖകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ സുഖവും സന്തോഷവും നിലനിർത്തി കിട്ടുന്നതിനായി പൗർണമി പൂജ ചെയ്യുന്നത്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും. സമർത്ഥമായി കാര്യങ്ങൾ ചെയ്യുകയും പണം ലാഭിക്കുകയും ചെയ്യും. വാഹനങ്ങൾ വാങ്ങുവാൻ പറ്റിയ സമയമാണ്. ഗ്രഹാന്തരീക്ഷം പൊതുവെ ഗുണകരമായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സഹായം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. ചെറിയ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നം വരാം. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. മുൻകാല പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തി പ്രവർത്തിക്കുവാനുള്ളൊരു സന്ദർഭം വരും. ഇതിനു മുമ്പ് പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കുവാൻ വേണ്ടത്ര കരുതൽ എടുത്തുകൊണ്ട് പരദേവതയുടെ അനുഗ്രഹത്തോടെ, ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്തോടെ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. എല്ലാം മംഗളമായി തീരും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നികുതി സംബന്ധമായി സർക്കാരിലേക്ക് പണം അടയ്ക്കേണ്ടതായി വരും. അതിനായി പണം കരുതി വെക്കുന്നത് നന്നായിരിക്കും. ഒരാഴ്ചയൊക്കെ സമയം കിട്ടുക, സമയത്തിനുള്ളിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. പഴയ ഗ്രഹം പൊളിച്ച് പുതിയ വീട് പണിയാനൊക്കെയുള്ള ശ്രമം വിജയിക്കുന്നതാണ്. മാതൃസ്ഥാപനവുമായി അഭിപ്രായ വ്യത്യാസത ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി പണം ചിലവഴിക്കും. ഓരോ പണവും അളന്ന് ചിട്ടപ്പെടുത്തി ചിലവഴിക്കുന്നത് നന്നായിരിക്കും. സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറൽ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സമർത്ഥമായി കാര്യങ്ങൾ ചെയ്യുകയും പണം ലാഭിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ആർജവം വന്നു ചേരും. ആത്മീയ കാര്യങ്ങൾക്കായി സമയം വിനിയോഗിക്കുകയും ദേവീക്ഷേത്രത്തിൽ ഉത്സവങ്ങളിലൊക്കെ പങ്കുകൊള്ളുകയും പൂജയിലൊക്കെ പങ്കെടുത്ത സർവ്വ ഐശ്വര്യം നിലനിർത്തി കിട്ടുന്നതിന് സാധിക്കും. ചിത്രാപൂർണിമയായതുകൊണ്ട് ദുർഗാദേവിയെയും ഹനുമത് ജയന്തിയായതുകൊണ്ട് ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടും. മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരട്ടെ. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ അല്പം മനസ്സമാധാനക്കേട് വരുമെങ്കിലും ഞാൻ ചെയ്തത് നല്ല കാര്യമാണെന്നും ഇപ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും കാലം കൊണ്ട് അത് മനസ്സിലാക്കുമെന്നും വിചാരിച്ച് മനസ്സമാധാനം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുക. നീചസംസർഗം കൊണ്ടുണ്ട വന്നു ചേർന്ന ആ കഷ്ടതകളെല്ലാം മനസ്സിലാക്കി നീചരായി തന്നെ കണ്ട് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. താൻ നേടിക്കൊടുത്ത കാര്യങ്ങളെപ്പറ്റി അഭിമാനം കൊള്ളുന്നത് നല്ലതാണ്. എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് ഇത്രയുമൊക്കെ സാധിച്ചല്ലോ, അതിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുക. കാരണം നമ്മൾക്കെല്ലാം മാർഗനിർദ്ദേശം നൽകിയത് നമ്മുടെ പരദേവതയാണ്. ആ അമ്മയുടെ അനുഗ്രഹത്തിനായി അമ്മയ്ക്ക് എപ്പോഴും നന്ദി പറയുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം വന്നു ചേരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനായുള്ള ഏർപ്പാടുകൾ ചെയ്യുക.
ചെയ്യുക. അതിന് വേണ്ടപ്പെട്ടവരെ കാണുകയും പേപ്പർ വർക്കുകൾ ചെയ്യുകയും ചെയ്യുക. വിനോദയാത്രകൾക്കായി ധാരാളം പണം ചെലവഴിക്കേണ്ടതായി വരും. അതിൽ പണം കരുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഭർത്തൃ വീട്ടിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ജോലിക്കായി ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുമായി കോണ്ടാക്ട് വയ്ക്കുന്നത് നന്നായിരിക്കും. സഹായികളിൽ നിന്നും ഗുണം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്നതിനുള്ള സാധ്യതയുണ്ട്. ദിവസം വളരെ ഐശ്വര്യപൂർണമായി തീരാൻ ചിത്രാപൂർണമേതായതുകൊണ്ട് ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, ഹനുമൽ ജയന്തി ആയതുകൊണ്ട് ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമ ജയം എന്ന് എഴുതുന്നത്, ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓം ശ്രീ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമിനെ നമഃ എന്ന് ജപിക്കുകയും വടമാലയോ വെറ്റിലമാലയൊക്കെ ചാർത്തി അന്നദാനമൊക്കെ നടത്തുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി കുടുംബ പരദേവതയുടെയും ധർമ്മദൈവത്തിൻ്റെയും അതുപോലെ തന്നെ ഉപാസനാമൂർത്തിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിനായി പ്രാർത്ഥിക്കൂ, അതിനായി ശ്രമിക്കൂ. ശ്രമങ്ങളെല്ലാം വിജയിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം നന്മയായി തന്നെ വന്നു ഭവിക്കുന്നതാണ്. ആരുടെയും സഹായ സഹകരണങ്ങൾ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആർജവം വന്നു ചേരും. ആരംഭിച്ച സംരംഭങ്ങളെല്ലാം പുരോഗതിയിലെത്തിക്കുന്നതിനായുള്ള അശ്രാന്ത പരിശ്രമം വിജയത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മനസ്സുഖം അല്പം കുറയുമെങ്കിലും സന്തോഷം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുക. അധ്യാപകർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗം കാണുന്നു. അനുകൂല സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമാകുവാൻ ശ്രമിക്കുക. വിശ്വസിച്ചേൽപ്പിച്ച കാര്യം വേണ്ടതുപോലെ നിർവഹിക്കുന്നതിനായി കഠിന പ്രയത്നം ചെയ്യുക. ഉന്നത സ്ഥാനത്തുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ കൂടുതൽ ലളിതമായി ചെയ്യുന്നതിന് ശ്രമിക്കുക. ഹോട്ടൽ, കൂൾബാർ എന്നീ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടവർക്ക് ധാരാളം ബിസിനസ് വന്നു ചേരുന്ന സമയമാണ്. ക്ഷേത്ര ദർശനത്തിനുള്ള സാഹചര്യം ഉണ്ടാകും. മനസ്സിന് സന്തോഷം തരുന്ന അനുഭവങ്ങൾ വന്നു ചേരുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറയുക. പല കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനമുണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വിജയിക്കും. ഊഹക്കച്ചവടത്തിലെ നഷ്ടങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനായി കുടുംബ പരദേവതയുടെയും ധർമ്മശാസ്താവിൻ്റെയും അതുപോലെ തന്നെ രാശിനാഥനായ ഭദ്രകാളിയമ്മയുടെയും അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ജപിക്കട്ടെ. പരദേവതയ്ക്ക് ദീപം തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി തീരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോകാൻ കഴിയാത്ത വിധത്തിൽ കർമ്മ തടസ്സം വന്നു ചേരും. കർമ്മരംഗത്ത് വരുന്ന മാറ്റം മനസ്സുകൊണ്ട് സ്വീകരിച്ച് പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകുവാൻ ശ്രമിക്കുക. അല്പം മനപ്രയാസത്തോടു കൂടിയാണെങ്കിലും പുതിയ സ്ഥലം സ്വീകരിക്കുകയും അതിൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അയൽക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നത് നന്നായിരിക്കും. കോടതി കേസ് എന്നിവയെ ബന്ധപ്പെട്ട് തർക്കങ്ങൾ വരാനായിട്ടുള്ള അവിടേക്ക് ക്ഷണിക്കുന്ന അവിടേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരും. അതൊക്കെ ഒഴിവാക്കുന്നതിനെ വഴക്കുകളും തർക്കങ്ങളുമൊക്കെ മാറ്റി നിർത്തുന്നത് നന്നായിരിക്കും. ശസ്ത്രക്രിയ വേണ്ടിവരും. അതിനായി നന്നായിട്ട് ഒരുങ്ങുക. ഒന്നും സീരിയസ് ആവാതിരിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കുടുംബദേവതയുടെ അനുഗ്രഹത്താൽ വലിയ വലിയ ഓപ്പറേഷനുകളൊക്കെ മാറി അത് ലളിതമായ രീതിയിൽ ചെയ്യാനും അതുവഴി കുറച്ച് സമയം വീണ്ടെടുത്തുകൊണ്ട് കുറച്ച് ആയുർവേദമോ ഹോമിയോയൊക്കെ കഴിച്ച് അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രം ശസ്ത്രക്രിയ ചെയ്യുക. മറ്റുള്ളവരുടെ ഒരു ആശുപത്രിയിൽ കൂടെ സഹായങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം സർജറി ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കുന്നതിനായി ഏറ്റുമാനൂരപ്പൻ്റെ സഹായം തേടൂ. ഭഗവാൻ ശരിയായ മാർഗനിർദ്ദേശം നൽകും. രോഗാതി ദുരിതങ്ങളുടെ തീവ്രത അനുസരിച്ചിട്ട് പ്രവർത്തിച്ച് ആർക്കും നഷ്ടം വരാതിരിക്കുവാനായി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. കിട്ടുന്ന അവസരങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുവാനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെയും ശ്രീരാമസ്വാമിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കൂ. ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ വലിയ ദുരന്തങ്ങളെല്ലാം ഒഴിഞ്ഞ് സന്തോഷവും സമാധാനവുമായ ഒരു ജീവിതം വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു.
മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ നേരത്തേക്കാൾ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് സാധിക്കും. സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ വന്നു ചേരും. പണവും പ്രശസ്തിയും ലഭിക്കും. ദൂരദേശത്ത് നിന്ന് തന്നെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ നിന്നും പിരിയേണ്ട സമയമായവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കിട്ടുന്നതായിരിക്കും. എല്ലാവിധ കർമ്മരംഗത്തും എല്ലാവിധ ദൈവീക അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിനായി ഉപാസനാമൂർത്തിയുടെയും കുടുംബപരദേവതയുടെയും ധർമ്മശാസ്താവിൻ്റെയും ശ്രീരാമസ്വാമിയുടെയും ഓരോരുത്തർക്കും അവരവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നത് വഴി ഈ ചിത്രാപൂർണിമയും ഈ ഹനുമൽ ജയന്തിയും ഏറ്റവും അർത്ഥപൂർണമായി തീരും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുതിയ കോഴ്സുകളിൽ ചേർക്കുന്നതിനുള്ള ഒരു തീരുമാനമുണ്ടാകും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയിക്കും. ഊഹക്കച്ചവടത്തിൽ അല്പം നഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യ ചിലവുകൾ വർദ്ധിക്കും. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൃഷിസ്ഥലങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വാടക ഇനത്തിലും അല്പ വരുമാനം ലഭിക്കുന്നതാണ്. പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും സഹായഹസ്തവുമായി മറ്റാരെങ്കിലും എത്തും. ഇതൊരു വിശ്വാസമാണ്. പൂർത്തിയാകാതെ കിടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുമിപ്പിക്കുവാനുള്ള ശ്രമം നടത്തും. ചില പ്രമാണങ്ങളൊക്കെ കൈവശം വന്നു ചേരും. വിലപ്പെട്ട ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരും. ശാരീരിക സുഖത്തെക്കാളേറെ മാനസിക സുഖത്തിൽ ശ്രദ്ധ വയ്ക്കും. സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ ഹനുമൽ ജയന്തി നാളിൽ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അന്നദാനം കഴിക്കുന്നത്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, പിതൃപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പൂർണ്ണിമയായതുകൊണ്ട് തന്നെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തുകുത്തുകളിലെല്ലാം ആവശ്യമായ കറക്ഷനൊക്കെ വരുത്താതെ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് എല്ലാ പേപ്പർ വർക്കുകളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമാണ് കർമ്മരംഗത്ത് വിജയിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെയ്യുന്ന വർക്കുകളിലെ ആത്മാർത്ഥത മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കലാപരമായ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നമ്മളുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും സാധ്യമായി തീരുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കും. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. ജനമധ്യത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുവാൻ കഴിയും. ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം വന്നു ചേരും. അതുപോലെ തന്നെ തൊഴിൽ രഹിതർക്ക് അവനവന് മനസ്സിനിണങ്ങുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും. സന്താനങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് ചിത്രാപൂർണിമയിൽ ദേവിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. ശനീശ്വരനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ജന്മശനി കാലമായതുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകൾക്കും ഫലം ലഭിക്കുന്നതാണ്. ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ ആ ശനിദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. ചിത്രാപൂർണിമ നാളിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നത്, പൗർണമി പൂജയിൽ പങ്കെടുക്കുന്നത്, ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് കഴിക്കുന്നത്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുവരത്തോട്ട് അവസാനിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ ദർശനം നടത്തി യഥാശക്തി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിന്ന് കിട്ടും. മനസ്സിന് ആഗ്രഹിച്ച രീതിയിൽ കർമ്മങ്ങൾ ചെയ്ത് എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുന്നതിനായി ശ്രീപാർവതിയുടെ ദുർഗാദേവിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഈ ചിത്രാപൂർണിമയും ഈ ഹനുമൽ ജയന്തിയും ഏറ്റവും
മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിവസമായി തീർക്കട്ടെ. 27 നക്ഷത്രക്കാർക്കും അവരവർ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവതി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരുന്ന കാര്യസാധ്യയുള്ള ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായി നമുക്കേവർക്കും പ്രാർത്ഥിക്കാം. എല്ലാം ശുഭമായി വന്നു ചേരും. നന്ദി, നമസ്കാരം.